നമസ്കാരം, സൂപ്പർ നോട്ട്സിന്റെ സക്സസ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ വൈഷ്ണവ് സാറാണ്. 22ാമത്തെ വയസ്സിൽ തിരുവനന്തപുരം LDC റാങ്ക് ലിസ്റ്റിൽ 384ാമത്തെ റാങ്ക് നേടിയ ഒരു ഭീകരനാണ് നമ്മുടെ വൈഷ്ണവ് സാർ. അപ്പോൾ സാറിൽ നിന്ന് ഇനിയും പഠിച്ചു തുടങ്ങുന്ന LDC പുതിയ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുന്ന കുറേ തുടക്കക്കാരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഓരോന്നോരോന്നായിട്ട് ഞാൻ സാറിനോട് ചോദിക്കാം. അപ്പം ഒരുപാട് ഇൻപുട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സെഷനാണ്. അപ്പോൾ അവസാനം വരെ കൃത്യമായിട്ട് കേൾക്കാൻ ശ്രമിക്കാം. സാറേ, ആദ്യം തന്നെ എന്തുകൊണ്ടാണ് PSC എക്സാംസിലേക്ക് വരാൻ കാര്യം? കാരണം സാർ 22ാമത്തെ വയസ്സ് നേടി. അപ്പോൾ എന്തായാലും ഒരു ഡിഗ്രി പഠനം തൊട്ട് തന്നെ സാർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ തൊട്ടേ പഠിച്ചു തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്? സാറ് പറഞ്ഞ പോലെ ഡിഗ്രി സമയം തൊട്ടേ പഠിച്ചു തുടങ്ങുമായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രൈവറ്റ് ജോലികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും സ്റ്റേബിൾ അല്ല, സെക്യൂർ അല്ലാത്തൊരു ജോലിയാണ്. പിന്നെ അച്ഛൻ്റെയും വലിയൊരു സ്വപ്നമാണ് എനിക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളത്. സോ അത് ആ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, ഒരു ഗവൺമെന്റ് ജോലി നേടണം എന്നുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തു. സാർ, ഈ ഡിഗ്രി തൊട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാരണം ഡിഗ്രി കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക, കൂട്ടുകാരോടൊത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക. എൻ്റെയൊക്കെ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ ഈ ക്ലാസ്സിൽ കയറുന്നത് പോലും വളരെ വിരളമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ PSCക്ക് പഠിക്കാന്ന് പറയുന്ന അത്ര ഇങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിന് അതൊരു പ്രചോദനമായിരിക്കും. എന്താണ് അതിൻ്റെ ഒരു കാരണം? അതായത് കോളേജിൽ പോയിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് അതായത് പഠിച്ചു കഴിയും, അതായത് കോളേജിലേക്കുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് സമയം എല്ലാ ദിവസവും PSC പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുമായിരുന്നു. അതായത് എന്താ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പരീക്ഷ വരുമ്പോൾ അതിനുള്ള സിലബസ് കൃത്യമായിട്ട് എടുത്തിട്ട് അതിൽ ഓരോ ടോപ്പിക്സ് കവർ ചെയ്ത് പഠിക്കുമായിരുന്നു ആ ഒരു ടൈമിൽ തന്നെ. അതിന് കളിച്ച് നടന്നിട്ട് ഉണ്ട്, അത് സാറ് പറഞ്ഞ പോലെ കളിച്ചൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടൊപ്പം തന്നെ പഠിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ അതൊരു സാധ്യതയാണ്. ഇപ്പോഴത്തെ ഡിഗ്രി ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ഒരു എക്സാമിന്റെ ഒരു സാധ്യത കൂടിയാണ്. ശരി സാറേ, എങ്ങനെയായിരുന്നു സാറിന്റെ പഠനം? അതായത് PSC പഠനത്തിന്റെ ഘട്ടങ്ങൾ എങ്ങനെയായിരുന്നു? സാർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ചു എന്ന് പറഞ്ഞു. അന്ന് എത്ര സമയമാണ് ഈ PSC പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്? ഇനി അതിനുശേഷം ഫുൾ ടൈം PSC പഠനത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ദിവസം സാറ് എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? അതിപ്പോൾ സാർ ഞാൻ LDCയുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, പ്രിന്റ് എടുത്ത സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, അതിൽ ഓരോരോ ടോപ്പിക് ഉണ്ട്. സോ ഞാനൊരു പ്രത്യേക സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും എന്നതിലല്ല കാര്യം. നമ്മളിപ്പോൾ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അത് ആ ഒരു ദിവസം പഠിച്ചു കഴിയാം. അപ്പം നമ്മുടെ മൈൻഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. സോ ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുന്നവരെ പഠിക്കാം. മണിക്കൂർ എല്ലാവരും ചോദിക്കുന്നതാണ് എത്ര മണിക്കൂർ പഠിക്കും എന്നുള്ളത്. അതിന്റെ ഒരു ആവശ്യമില്ല. നമ്മൾ മിനിമം സമയം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര സമയം എന്തായാലും ഞാൻ ഒരു ദിവസം പ്രിപ്പയർ ചെയ്തില്ല. ഒരു ടോപ്പിക്ക് എത്ര പഠിക്കാൻ സമയം എടുക്കും, ആ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങത്തുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന സമയം എന്ന് പറയുന്ന ഒരു വിദ്യയൊന്നുമില്ല. ഇങ്ങനെ പഠിച്ചു പോകുന്നു. ഒരു ദിവസം എത്ര മണിക്കൂറുകൾ പഠിക്കണം അത്രയൊന്നുമില്ല. അങ്ങനെ അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകും, അതിലാണ് കാര്യം. പഠിക്കുന്ന സമയം എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് ഉപയോഗിക്കുന്നു, ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പം ഈ വീട്ടിലെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? കാരണം ഒരു ജോലി, ഡിഗ്രി കഴിഞ്ഞു, ഇനി ജോലിക്കൊക്കെ പോകേണ്ട സമയമാണ്, അല്ലെങ്കിൽ PG പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്ന ഒരു സമൂഹമൊക്കെയാണ്. അപ്പം വീട്ടിൽ നിന്ന് എത്ര സപ്പോർട്ട് ഉണ്ടായിരുന്നു? വീട്ടിൽ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിരുന്നു. വേഗത്തിലൊരു ജോലി, അതുപോലെ PSC നന്നായിട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അത് ആദ്യം കോച്ചിങ്ങിനൊക്കെ പോകാൻ പറഞ്ഞതാണ്, പക്ഷേ ഞാൻ എൻ്റെ രീതിയിൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തു. സെൽഫ് സ്റ്റഡി ആയിരുന്നു. ഓക്കെ, സെൽഫ് സ്റ്റഡി ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 384 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രചോദനാത്മകമാണ്. അപ്പം ഈ സെൽഫ് സ്റ്റഡി ചെയ്തപ്പോൾ സാർ എന്തൊക്കെ ചലഞ്ചുകളാണ് ആ സമയത്ത് നേരിട്ട്? കാരണം പഠനമൊക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റൊക്കെ എത്തിയപ്പോഴായിരിക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിനെയൊക്കെ ഞാൻ മറികടന്നു എന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു സാർ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും? ഞാൻ ഒരു 6-7 മാസം ഇതിനു വേണ്ടി പഠിച്ചു. ഒരു നമ്മൾ 2-3 മാസമൊക്കെ പഠിച്ചപ്പോൾ തന്നെ ഏകദേശം ഇങ്ങനെ ടോപ്പിക്സ് കവർ ചെയ്ത് പോയെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല. അതായത് ഇങ്ങനെ റാങ്ക് ഫയൽ നോക്കി മുന്നോട്ട് പഠിച്ചു പോകും, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ പിന്നീട് കുറേ പേരൊക്കെ പറഞ്ഞു തന്നു, അതായത് PYQ നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ PYQs ഒക്കെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് PSC ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ്. സോ മുന്നോട്ടുള്ള പഠനത്തിൽ ആ രീതിയിൽ പഠിക്കാൻ തുടങ്ങി. അതായത് ഹോട്ട് ടോപ്പിക്സ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയി. അതായത് വരുന്ന PSC പരീക്ഷകളുടെയൊക്കെ ചോദ്യ പേപ്പറൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ രീതിയിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ PYQസിൽ നിന്ന് ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുക ആ ഒരു രീതി ഉണ്ടായിരുന്നു. നമ്മൾ സൂപ്പർ നോട്ട്സിലും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി അതാണ്. കാരണം അത് വളരെ യൂസ്ഫുൾ ആണ്. ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുക, അവിടുന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ശീലം PSCക്ക് ഉണ്ട്. അത് നന്നായിട്ട് യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട്, ഉപയോഗിക്കാന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പം നമ്മളൊരു ദിവസം ഇപ്പം പഠിച്ചു പോകുന്നു, ഒരു 3, 4, 5 മണിക്കൂറുകൾ പഠിച്ചു എന്ന് വിചാരിക്കാം. ഈ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പം സ്വന്തമായിട്ടാണ് പഠിച്ചെങ്കിൽ ഉറപ്പായിട്ട് യൂട്യൂബിനെയൊക്കെ കൂടുതലായിട്ട് ആശ്രയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ നോട്ട്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, റിവിഷന് വേണ്ടിയിട്ട് നോട്ട്സിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ഫയൽ ഉപയോഗിച്ചാൽ പഠിച്ചത്. പക്ഷേ അതിനേക്കാളും സാറ് പറഞ്ഞ പോലെ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് യൂട്യൂബിലുണ്ട്. സോ ആ ഒരു വീഡിയോസ് കണ്ട് വെറുതെ കാണുമല്ല, അത് വെച്ച് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർക്കാൻ പാടുണ്ടായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒരു ചെറിയ മൈക്രോ നോട്ട്സിലൊക്കെ എഴുതിയിട്ട് അവിടെ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ഒട്ടിച്ചൊക്കെ വെക്കുമായിരുന്നു.
പിന്നെ ചെറിയ ചെറിയ മൈക്രോ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പോകുന്ന വഴിക്കൊക്കെ സൂക്ഷിച്ചു വയ്ക്കുവാറ്, അത് എടുത്ത് നോക്കാനായിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറ്. സാർ അതേപോലെ തന്നെ അവിടെ ഇപ്പം സാർ ഇപ്പം ഒറ്റയ്ക്കാണ് പഠിച്ചത്, യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെയാണ് പഠിച്ചത്. അപ്പം സാർ നേരിട്ട് ഒരു ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു, ഈ ഒരു രീതിയിലും കൂടി ഒന്ന് പോവേണ്ടതായിരുന്നു എന്ന് സാറിന് തോന്നിയിട്ടുള്ളത് എന്താണ്? അത് ഏറ്റവും വലിയൊരു ഗൈഡൻസ് ആണ്. അതായത് പറഞ്ഞു തരാത്ത കുറച്ചുകൂടി, അത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മാർക്ക് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായത്. കാരണം കുറച്ചുകൂടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, ഒരു കറക്റ്റ് ആയിട്ടൊരു വഴി കറക്റ്റ് ആയിട്ട്, ഇപ്പോൾ എനിക്ക് എല്ലാ സബ്ജക്റ്റുകളൊന്നും പഠിക്കുന്ന വലിയ എളുപ്പമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മാത്സ്, എക്കണോമിക്സ് ഒക്കെ, അത് കുറച്ചുകൂടി ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒരു കുട്ടിക്ക് ഉണ്ടാവണം. പ്രത്യേകിച്ച് പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നമ്മുടെ ഈ ഗോൾഡ് ബാച്ചിലേക്ക്, LDC ഗോൾഡ് ബാച്ചിലേക്ക് സാറ് ലീഡ് ചെയ്യുമ്പോൾ തന്നെ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പ്രധാനപ്പെട്ടത് ഈ ഒരു ഗൈഡൻസിന്റെ പ്രശ്നം. തീർച്ചയായിട്ടും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ റിവിഷന് വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു? റിവിഷന് വേണ്ടി ഒരു പ്രത്യേക സമയം ഉണ്ടായിരുന്നോ? എല്ലാ ദിവസവും റിവിഷൻ ചെയ്യോ? അതും ഒരു ഡൗട്ടാണ്, എല്ലാ ദിവസവും റിവിഷൻ ചെയ്യണോ, അത് ആഴ്ചയിൽ ഒരിക്കൽ റിവിഷൻ ചെയ്താൽ മതിയോ? എനിക്ക് അതിലൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടു. അപ്പം എനിക്ക് കുറേ സുഹൃത്തുക്കളെ അറിയാം, അപ്പോൾ അവരൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം മാറ്റി വെച്ചിരിക്കുന്ന ശനി ഞായർ ദിവസങ്ങൾ റിവിഷന് വേണ്ടി മാറ്റി വെക്കും. പക്ഷേ ആക്ച്വലി ബാക്കി 5 ദിവസം കട്ടയ്ക്ക് ഇന്ന് പഠിക്കും, ശനി ഞായർ പ്യുവർ റിവിഷനാണ്. ഈ 5 ദിവസത്തെ അധ്വാനത്തിന് ക്ഷീണം കൊണ്ട് ശനി ഞായർ ഒരു ഉല്ലസിക്കണം, അപ്പോൾ ഒന്നും നടക്കത്തില്ല, റിവിഷൻ ഒരിക്കലും നടക്കത്തില്ല. അങ്ങനെയാണോ വേണ്ടത്, അതോ എല്ലാ ദിവസവും വേണോ? അതല്ല, ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം തിങ്കളാഴ്ച ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ചൊവ്വാഴ്ച നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേ അതിന് കുറച്ച് മുന്നേ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അതാണ് ഏറ്റവും നല്ല ഇതാണ്. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വലിയൊരു ബേർഡൻ ആയിട്ട് പോകും. കാരണം അത്രയും ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്, നമ്മൾ ഒരിക്കലും അത് കവറും ചെയ്യില്ല. അങ്ങനെ ദിവസവും കവർ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ റിവിഷൻ. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും റിവിഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ അതിനൊരു വഴിയും കൂടെ വേണം. സാർ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് PYQ ചെയ്യുന്ന കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് PSC പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് സെഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗോൾഡ് ബാച്ചിൽ അത് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നതിലൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിൽ ടൈം മാനേജ്മെന്റ് ആണ്. കാരണം നമുക്ക് ഒരുപാട് ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് PSC ചോദിക്കും. സോ ആ ഒരു ചോദ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതേപോലെ നമുക്ക് അത്രത്തോളം ടൈം മാനേജ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ ക്വസ്റ്റ്യൻസ്, അതായത് 100 ചോദ്യങ്ങൾ നമുക്ക് ആകെ കിട്ടുന്ന സമയം 90 മിനിറ്റാണ്. 100 ചോദ്യങ്ങൾ 90 മിനിറ്റിനുള്ളിൽ ചെയ്യുക. അത് മാത്രമല്ല, അതിനകത്ത് രസകരമായ കാര്യം, ഈ 100 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മുടെ ഫ്രണ്ടിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, അതിൽ നിന്ന് പിക്ക് ചെയ്യണം. അതാണ്. പക്ഷെ ആ സമയത്ത് നമ്മൾ ടെൻഷനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ മൈൻഡ് ക്ലിയർ ആക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും, നമുക്ക് ഈസി ആയിട്ട് കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാം. അതെ, നമ്മുടെ ഗോൾഡ് ബാച്ചിലാണ് എനിക്ക് തോന്നുന്നു ലൈവ് സെഷൻസ് പ്രോപ്പർ പഠിപ്പിക്കുന്ന അതേ അധ്യാപകർ തന്നെയാണ് വന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് അവർക്കൊരു ഗൈഡൻസും കൂടെ കിട്ടുന്നുണ്ടാവും. ശരി, ഓക്കെ. അതേപോലെ തന്നെ സാറേ മെന്റർഷിപ്പിന്റെ കേസ് പറഞ്ഞു ഇടയ്ക്ക്. ഒരു പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാൻ പറ്റും. ചില മണ്ടത്തരങ്ങൾ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ചെയ്യും, അതായത് എക്സ്പെരിമെന്റ്സ് ആണ് കൂടുതലും. ഇന്നൊരു സാധനം ചെയ്ത് നോക്കി കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇത് ഫ്ലോപ്പ് ആയിരുന്നു, അയ്യോ ഇതല്ല ചെയ്യേണ്ടത് മനസ്സിലാക്കുക, വീണ്ടും അടുത്തൊരു സ്ട്രാറ്റജി പിടിക്കും, അതും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അത് ഫ്ലോപ്പ് ആണെന്ന് മനസ്സിലാക്കുക. പക്ഷെ തുടക്കത്തിലെ ഒരു ബെറ്റർ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ, കൃത്യമായൊരു സ്ട്രാറ്റജി പറഞ്ഞുതരാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ മെന്റർഷിപ്പ് അത് എത്രത്തോളം വേണമെന്ന് നമ്മൾ എന്തായാലും ആദ്യം നല്ലൊരു അടിപൊളി സ്റ്റഡി പ്ലാൻ കൊടുക്കും, അതനുസരിച്ച് അവർ മുന്നോട്ട് പോവാം. എങ്കിലും അവർക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനുഷ്യരല്ലേ, അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. സോ ആ ഒരു സമയത്ത് അവർക്ക് എന്താണ് പഠിക്കാൻ ബുദ്ധിമുട്ടുകൾ, അവർക്ക് എന്തൊക്കെയാണ് പ്രയാസങ്ങൾ, അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ആഴ്ചയും കൃത്യമായിട്ട് അവർക്ക് എങ്ങനെയൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഒരു മെന്റർഷിപ്പ് സെഷനിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എനിക്ക് തോന്നുന്നു സാർ, അതായത് പഠനം, എക്സാം, മോട്ടിവേഷൻ, ഈ മൂന്നും കൂടി ചേരുമ്പോഴാണ് ഒരാൾക്ക് ഒരു പ്രോപ്പർ ജോലിയിലേക്ക് എത്താൻ പറ്റുക. ഒരു 3 മറ്റേ ഒരു എന്താ ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്ന പോലെ 3 പേര് ചേരുമ്പോഴാണ് ആ ഒരു എക്സാം കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നു. ഓക്കെ, കറക്റ്റാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, കുട്ടികളുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട പ്രശ്നം, റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നതാണോ ബെറ്റർ, അതോ അതല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്നതാണോ ബെറ്റർ? അങ്ങനെ ഒരു സംശയം കുട്ടികൾക്ക് വരാറുണ്ട്. അതിലെന്താണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സ് അത് പർച്ചേസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഒരു റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു ടോപ്പിക് എടുത്താൽ തന്നെ അതിനകത്ത് വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ബിഗിനർ കാണുമ്പോൾ തന്നെ എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാവും. സോ അതിനേക്കാളും നല്ലത് നമ്മുടെ ബാച്ചിൽ കൃത്യമായിട്ട് ഓരോ ഫാക്കൽറ്റീസും കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിലും എടുത്തേക്കുന്ന അടിപൊളി വീഡിയോസ് ഉണ്ട്. അത് കണ്ടിട്ട് കൃത്യമായിട്ടുള്ള നോട്ട്സും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അതായത് ഈ റാങ്ക് ഫയലുകളുടെ പ്രശ്നം സാർ, എനിക്ക് തോന്നുന്നു
ഒരു 3000-4000 പേജൊക്കെയാണ് ഒരു റാങ്ക് ഫെയിൽ വരും. അപ്പോൾ ഇത്രയും കട്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ റാങ്ക് ഫെയിലായിട്ട് ഇറങ്ങുന്നത്. ഇത്രയും സാധനം പഠിക്കണമെന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ ആദ്യമേ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അത്രയും വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് നമ്മുടെ നോട്ട്സിൽ സെലക്റ്റീവ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നോട്ട്സ് ആണ്, റിഫൈൻഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. സോ അത് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ആ ടോപ്പിക്ക് പഠിച്ച ആ ഒരു മാർക്ക് ക്ലിയർ നേടിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ സാറ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജോലി സാറ് സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, ചെറിയ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പമാണ് സാറ് പഠിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? കാരണം ഈ പുതിയതായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്ന കുട്ടികൾ, അങ്ങനെ കുറേ ആളുകൾ പ്രിപ്പറേഷനിലുണ്ട്, അമ്മമാർ, അങ്ങനെ കുറേ, പിന്നെ ഈ നമ്മുടെ പുറത്ത് ഉള്ള ഈ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ, അങ്ങനെ കുറേ ആളുകൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? അപ്പം അവരോട്, ഈ ജോലി ചെയ്ത് പഠിക്കുന്നവരോട് എന്താണ് ഒരു സജഷൻ ആയിട്ട് സാറിന് പറയാനുള്ളത്? ഈ ജോലിക്ക് പോകുന്നവരെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകാന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ പോയിട്ടില്ല, ചില ദിവസങ്ങളിൽ പോകും. അപ്പോൾ ഇന്ന ദിവസം ഇപ്പോൾ രാവിലെ കുറച്ച് സമയം മാറ്റി വെക്കണമെന്നോ അല്ലെങ്കിൽ രാത്രി കുറച്ച് സമയം മാറ്റി വെക്കണമെന്നല്ല, നമുക്ക് കിട്ടുന്ന സമയം എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് അതിനായിട്ട് പഠിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യണം. നമുക്ക് ഒരു സമയം കിട്ടും, ആ ഒരു സമയം കൃത്യമായിട്ട് പഠിച്ചാൽ മതി. അല്ലാതെ സമയം കിട്ടുന്നില്ല, ഇതിൻ്റെ ഇടയിൽ ജോലിയുണ്ട്, സ്ട്രെസ് ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന സമയം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അവർ പോകും. അവർക്കൊരു ഓൺലൈൻ സെഷൻ ഒക്കെ ഇതിനിടയിൽ പറ്റൂല എന്ന് അവർ തന്നെ മൈൻഡിൽ വിചാരിച്ചു വെച്ച ഒരു കാര്യമാണ്. അവരെ കൊണ്ട് പറ്റൂല, ഇതിനിടയിൽ അവർക്ക് സമയം കിട്ടൂല എന്ന് വിചാരിക്കുന്നതാണ്. ഓക്കെ സാർ, ഇനിയും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് സാറിന്റെ വയസ്സ് പഠിക്കുന്ന സമയത്ത് ഒരു 20, 21, 22 ആ ഒരു കാലഘട്ടമാണ്. അപ്പം ഈ ചെറുപ്രായത്തിൽ ഒരുപാട് ഡൈവേർഷൻസ് ഉണ്ടാകാനുള്ളൊരു സമയമാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂഡ് ഓഫ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ കാര്യങ്ങളിലേക്ക് പോവാം, മൊബൈൽ ഫോൺ, കൂട്ടുകാർ, സിനിമ, അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ടായി പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഇതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠനത്തിലേക്ക് തന്നെ വരാൻ എന്തൊക്കെയാണ് സാർ ചെയ്തിരുന്നത്? അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം ഒരു മോട്ടിവേഷന് വേണ്ടി ചെയ്തിരുന്നു? അങ്ങനെ ഡീവിയേറ്റ് ആയി പോകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം, അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അത് എല്ലാം യൂസ് ചെയ്യാം. എല്ലാം ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി വെച്ച് ലോക്കാക്കി വെച്ച് ഡീആക്ടിവേറ്റ് ചെയ്ത് വെച്ച് പഠിക്കേണ്ട ഒരു കാര്യം യാതൊരു ആവശ്യമില്ല. നമുക്ക് എല്ലാം ചുറ്റുമുള്ള അപ്ഡേറ്റ് ഒക്കെ വേണം. അപ്പോൾ അത് ആവശ്യത്തിന് ഉപയോഗിക്കാം. ആ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ സാറ് പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കരുത്, ആ സമയത്ത് എന്ത് ചെയ്യാം, മാറ്റി വയ്ക്കാം, പഠിക്കുന്ന സമയത്ത് ഉപയോഗിക്കാണ്. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ആരെങ്കിലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെയായിരുന്നു, അച്ഛനും അമ്മയും. കാരണം അവർക്ക് ഏറ്റവും നല്ലൊരു ഗവൺമെന്റ് ജോലി നേടുക എന്നുള്ളത് അവർ എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. പഠിച്ചോ, ഒരു പ്രശ്നമില്ല, എത്ര വേണോ പഠിച്ചോ, എന്ത് ചെയ്യുക, വേഗത്തിലൊരു ഗവൺമെന്റ് ജോലി നേടുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ അമൽ സാറിന്റെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ, കണ്ടിട്ടുണ്ട്. സാറിന്റെ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു, വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും സപ്പോർട്ടീവ് ആയിരുന്നു. വീട്ടുകാരായാലും എല്ലാം, ഫ്രണ്ട്സും ഒക്കെ പറയുമായിരുന്നു നന്നായിട്ട് പഠിച്ചോ, കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഫീലിംഗ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം അങ്ങനെയാണ് ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതിൽ കുട്ടികൾക്ക് വേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു അവസാനത്തെ ചോദ്യമായിട്ട്, ഇനിയിപ്പം 2026 നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. നവംബർ, ഡിസംബർ മാസത്തോടുകൂടി നോട്ടിഫിക്കേഷൻ വരികയാണ്. വീണ്ടും ഏതാണ്ട് ഒരു 9 ലക്ഷം 10 ലക്ഷത്തോളം ആളുകൾ LDC എന്ന് പറയുന്ന സാധാരണക്കാരൻ്റെ IAS കാത്തിരിക്കുകയാണ്. അവരോട് സാറിന് അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്? ഏത് രീതിയിൽ ഇനിയും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം എങ്കിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? കോമ്പറ്റീഷൻ എന്താണ് സാറിന് പറയാനുള്ളത്? സാറ് പറഞ്ഞ പോലെ 9 to 10 ലക്ഷം പേര്, അത് കാരണം നമ്മുടെ ഏജ് ലിമിറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കാരണം ഒരുപാട് പേർക്ക് അവരുടെ ഒരു LDC എന്ന് പറയുന്ന സ്വപ്നം നേടാൻ പറ്റും. സാറ് പറഞ്ഞ കോമ്പറ്റീഷൻ സ്വാഭാവികവശാൽ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട്, അതായത് വാരി വലിച്ച് പഠിക്കാതെ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ആ ഒരു ജോലി കിട്ടും. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണ് അഡ്വൈസ്. പ്രോപ്പറായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. പ്രോപ്പറായിട്ട് ഓരോ ദിവസവും എന്താണ് പഠിച്ചു പോകേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഡീവിയേറ്റ് ആയി പോകാനുള്ള കുറേ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണും. അതിൽ നിന്നും മാറി നമ്മുടെ റിയൽ പാത്തിലേക്ക് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു കൃത്യമായ മെൻറ്ററുടെ ഹെൽപ്പായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ മെൻറ്ററായിട്ട് വരാൻ പോകുന്നത് വൈഷ്ണവ് സാർ തന്നെയാണ്. ഈ ഒരു എക്സാമിനേഷൻ സാറ് ക്രാക്ക് ചെയ്ത അനുഭവത്തിൽ നിന്ന്, സാറിന് അന്നുണ്ടായിരുന്ന മിസ്റ്റേക്കുകളിൽ നിന്ന്, സാർ അന്ന് പോസിറ്റീവായി കണ്ട കാര്യങ്ങളിൽ നിന്നൊക്കെ സാറ് ഡിസൈൻ ചെയ്ത ബാച്ചാണ് നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള ഗോൾഡ് ബാച്ച്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത തന്നെ നമ്മൾ ഈ സാറ് പറഞ്ഞ പോയിന്റുകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ബാച്ചിൽ ഓരോ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുന്നു. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ഓരോ ദിവസവും അവർ പഠിച്ചു പോവുക. ഈ ഓരോ സ്റ്റഡി പ്ലാനിലെയും ഓരോ ക്ലാസ്സുകൾക്കും ഒപ്പം കുറച്ച് ചോദ്യങ്ങൾ അവർക്ക് ചെയ്തു നോക്കാനായിട്ടുണ്ടാവും. ഈ നോട്ട്സിനൊരു പ്രത്യേകതയുണ്ട്. A4 സൈസ് പ്രിന്റബിൾ നോട്ടാണ് കൊടുക്കുക. അപ്പോൾ ഈ റാങ്ക് ഫയലിലേക്ക് പിന്നെ പോകുന്ന ഒരു പ്രശ്നമില്ല. ഒരു ക്ലാസ്സിൽ എന്തൊക്കെ പഠിപ്പിക്കുന്നോ അതൊക്കെ ഒരാളിരുന്ന് കണ്ടുണ്ടാക്കുന്ന നോട്ട്സാണ്. അപ്പോൾ അതിലൂടെ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ അമൽ സാറ്
അവിടെ മോട്ടിവേഷനുമായിട്ടുണ്ടാകും. അപ്പോൾ അവർ താണു പോകാതിരിക്കാനുള്ള ക്രമീകരണമുണ്ട്. കൃത്യമായിട്ടൊരു മെന്റർഷിപ്പ് സാറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനായിട്ട് അവർക്കൊരു പോയിന്റ് ഓഫ് കോൺടാക്റ്റിലേക്ക് സാർ എത്തുകയാണ്. ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും, ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഈ ഒരു എക്സാം നേടാനായിട്ട് പറ്റുമോ, അവിടെ എന്തൊക്കെ പോരായ്മകളാണോ സാറിന് ഉണ്ടായിരുന്നത്, കുറവുകളായിരുന്നോ ഉണ്ടായിരുന്നത്, അതെല്ലാം നികത്തിക്കൊണ്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് LDC ഗോൾഡ് ബാച്ച് ബൈ വൈഷ്ണവ് സാറ്. അപ്പോൾ സാറിൻ്റെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ സ്ലോട്ട് ഫിക്സ് ചെയ്യുക. കാരണം മാക്സിമം നമുക്കൊരു 200 സ്റ്റുഡൻസിനെ മാത്രമേ ഈ ഒരു ബാച്ചിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. കാരണം കൂടുതൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരെ എല്ലാവരെയും അഡ്രസ്സ് ചെയ്യണം, കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റുഡൻസിന് മാത്രമാണ് ആക്സസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ താഴത്തെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഈ കാണുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് ഡയൽ ചെയ്യാം, 8281223366. ധൈര്യമായിട്ട് ബാച്ചിലോട്ട് ജോയിൻ ചെയ്തോ. നേടിയ ആളിൽ നിന്ന് പഠിച്ചു തുടങ്ങാം. 2026 നോട്ടിഫിക്കേഷൻ, 2026 എക്സാമിനേഷൻ, 2028 റാങ്ക് ലിസ്റ്റ് അത് നിങ്ങൾക്കുള്ളതാണ്.